പെട്ടെന്ന് ഇങ്ങനെ സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് നോക്കുമ്പോൾ അന്ന് ടെറസിൽ നിന്ന് കണ്ട ആളാണ്. അപ്പോൾ അയാൾ ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് അയാൾ ഹായ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അയാളാണല്ലോ എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് കത്തുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ ഒരു കസിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളാണ് ഞാൻ പറഞ്ഞ ആൾ. അങ്ങനെ അയാള് ഭയങ്കര ഓവർലി ഭയങ്കര ഇങ്ങനെ ഹായ് പറയുന്നു, ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പിന്നെ. അപ്പം കസിൻ എന്ന് പറയുമ്പം എൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ജസ്റ്റ് പോയി ചോദിക്കാം. കാരണം അങ്ങനെ പണ്ട് വരാൻ പറ്റൂലല്ലോ. പെൺകുട്ടികൾ താമസിക്കുന്ന ഫ്ലാറ്റൊക്കെ എങ്ങനെയാണ് രാത്രി 1 മണിക്കൊക്കെ ഒരാൾ വന്ന് ഡോറ് നോക്ക് ചെയ്യുക, നിൽക്കാണ്ട് ബെല്ലടിക്കുക, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവന് ദേഷ്യം വന്ന്. അങ്ങനെ അവന് പോയിട്ട് ഇയാളുടെ അടുത്ത് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞ ഉടനെ ഈ ഒരു ഇതിൻ്റെ സ്റ്റോറീൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് നാരറ്റീവ് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവന് പോയിട്ട് ചോദിച്ചപ്പോൾ തന്നെ ചോദിക്കുന്നത് തന്നെ കുറച്ച് റഫായിട്ടാണ്. കാരണം പെങ്ങന്മാരും ആങ്ങളമാരും ഉള്ളൊരു ഒരു ഡൈനാമിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പോയിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞില്ല പോയിട്ടുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് CCTV വേണമെങ്കിൽ ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അയാൾ സമ്മതിച്ചു ഞാൻ പോയി. എന്നിട്ട് പിന്നെ കുറേ ചൂടാവാൻ തുടങ്ങി. അയാളെന്തിനാ ഈ കാര്യത്തിൽ ഇടപെടണേ, ഞാൻ ഓളുടെ അടുത്തേക്കല്ലേ പോയി. അപ്പം പിന്നെ ഇവൻ പറഞ്ഞു എൻ്റെ സിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് കോളർമേൽ പിടിച്ചു. അങ്ങനെ അവൻ തിരിച്ച് തല്ലി, മറ്റവൻ തിരിച്ച് അങ്ങോട്ടേക്കും തല്ലി. അങ്ങനെ തല്ലായി. പുറത്തുണ്ടായിരുന്ന ഷോപ്പിലെ ആൾക്കാരെല്ലാം കൂടി വലിയ ഇഷ്യൂ ആയി. അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴും കുറച്ചപ്പുറം ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാറിയിട്ടാണ് നിന്നീനെ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞത് സീരിയസ് ആവേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നു. കാരണം ഇത് ഇതാക്കിയില്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ലൊക്കാലിറ്റിയാണ്, ഞാൻ താമസിക്കുന്ന ലൊക്കാലിറ്റിയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, കസിൻ അല്ലാത്ത അതായത് പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇയാൾ രാത്രി 1:30 എൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചു. ഒരു ബെല്ലാണെങ്കിൽ പോട്ടെ, 6 തവണ ബെല്ലടിച്ചു. അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ ഐ വാസ് നോട്ട് ഈവൻ ടെറിഫൈഡ്, ഐ വാസ് പെട്രിഫൈഡ്. എനിക്കറിയാത്ത ഒരാൾ, പെട്ടെന്ന് ടെറസിൽ നിന്ന് കണ്ടിരുന്ന ഒരാൾ, ഒറ്റ തവണ സംസാരിച്ച ഒരാൾ വന്നിട്ട് രാത്രി എന്തിനാ ബെല്ലടിക്കേണ്ട കാര്യം? അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ആക്ച്വലി അന്ന് ബെല്ലടിച്ചത് ഡ്രസ്സ് താഴെ വീണിട്ടുണ്ടായിരുന്നു, ആ ഡ്രസ്സ് ഞാൻ എടുത്ത് മുകളിൽ വെക്കട്ടെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന് ബെല്ലടിച്ചതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് കൺവിൻസ് ആയിട്ടില്ല. അപ്പോൾ നമ്മളെ നന്മൻ്റെ പുറത്ത് നമുക്ക് ഒരാൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതൊരാളെ അറിയിക്കൂലല്ലോ. നമ്മളത് അയാൾക്ക് അവിടെ ക്ലിപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾക്ക് എങ്ങനെയുണ്ട് റൂം മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ചെരുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ നിന്ന്. ടെറസ് എന്ന് പറയുമ്പോൾ പിച്ച് ഡാർക്കാണ്, ഇരുട്ട് നിറഞ്ഞ സമയം, അന്ന് മൂണ് പോലും ഇല്ല. ആ സമയത്ത് എങ്ങനെയാണ് എൻ്റെ ചെരുപ്പ് ശ്രദ്ധിക്കാം എനിക്കറിയില്ല, ഗോഡ് നോസ്. പക്ഷേ ചെരുപ്പ് കണ്ട് ഞാൻ അതുവരെ ഞങ്ങളുടെ ഫ്ലാറ്റ് എന്ന് പറയുമ്പം 5 നിലയുള്ള ഫ്ലാറ്റാണ്, മുകളിൽ ടെറസ് അങ്ങനെ. അപ്പോൾ അതിൽ ഏറ്റവും ലോ ഫ്ലോറിലാണ് ഞാനുള്ളത്. അപ്പോൾ അയാൾ എല്ലാ ഫ്ലോറിലും എല്ലാ റൂമിൻ്റെ ഷൂറാക്കുമ്പോൾ പോയിട്ട് എൻ്റെ ചെരുപ്പ് തിരഞ്ഞിട്ടായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, എനിക്കറിയില്ല. അപ്പോൾ എനിവേസ് ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും ദിസ് ഇസ് നോട്ട് സംതിങ് ദറ്റ് യു ഡു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിവേസ് ഇനിയിപ്പോൾ അതെന്നാണ് സംഭവം എന്നുണ്ടെങ്കിൽ ഐ എം സോറി ഫ്രം മൈ പാർട്ട്, നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തതിനാൽ ഞാനിങ്ങനെ ചൂടാൻ പാടില്ല. അപ്പം എന്തായാലും സോറി, പക്ഷേ ഇങ്ങനെ എന്തായാലും നിങ്ങൾ ചെയ്തതും ശരിയായിട്ടില്ല, അപ്പം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനൊരു തിരിഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾ എന്നെ വിളിച്ചു. ടെറസിൽ നിന്ന് അയാൾ എന്നെ വിളിച്ചു അതേപോലെ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇയാളിപ്പോൾ ഇവിടെ ജോലിക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ലിറ്ററലി ഞാൻ പറഞ്ഞാൽ ഇയാളിപ്പോൾ ജോലിക്ക് ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ, ഇത് ഹൈദരാബാദാണ്, ഞാൻ ഇവിടുത്തെ ആളാണ്, ജോലി പോണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കണ്ടറിഞ്ഞൊക്കെ നിന്നോ എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ത്രെറ്റനിങ് ആയി. എനിക്ക് എൻ്റെ ഉള്ളിലല്ല എന്തൊക്കെയോ വികാരങ്ങൾ ഉണർന്നു. ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ പറയുക, വേണ്ട, അങ്ങനെ ഇപ്പം അയാൾക്കും അത് അങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇയാൾ പോയി ഇങ്ങോട്ട് ജോലി തെറിപ്പിക്കുകയാണെങ്കിൽ തെറിപ്പിച്ചോ. ഞാനിവിടെ വന്നേക്കുന്നത് വെറുതെ ഇതാക്കാനെന്നല്ല, ഞാൻ ക്വാളിറ്റി എനിക്ക് ക്വാളിഫൈഡ് ആണ്. അങ്ങനെ ഞാൻ ജോബ് അപ്ലൈ ചെയ്ത് അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് അവരെടുത്ത കാൻഡിഡേറ്റ് ആണ്. ആ ജോലി ഇയാൾ തെറിപ്പിക്കുമ്പോൾ പോട്ടേന്ന് പോവാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോട്ടേന്ന് വെക്കും, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. മാസ് ഡയലോഗ് ഇട്ടു.
അങ്ങനെ ഇയാള് പറഞ്ഞ് എനിക്ക് എന്താ അറിയാം അവിടുത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ മോനെന്ന് പറഞ്ഞത് എൻ്റെ ചങ്കാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി ഇയാള് തിരിച്ച് കേരളത്തിലേക്ക് ഇന്ന് രാത്രി തന്നെ പോകേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ടെൻഷനായോ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ടെൻഷനായി ഉള്ളിൽ. കാരണം ആൾക്കാരെ നാരറ്റീവ്സ് എങ്ങനെയാ മാറുക എന്നുള്ളത് ഞാൻ അപ്പം കണ്ടു. അതായത് ഞാൻ ടെൻഷനായി, ഞാൻ അനുഭവിച്ചൊരു കാര്യം അയാൾ പറഞ്ഞപ്പോഴേക്കും അത് ഞാൻ കുറ്റക്കാരിയായി, അല്ലെങ്കിൽ ഞാൻ അവിടെ പ്രശ്നക്കാരിയായി മാറി. എന്നിട്ട് പിന്നെ അയാൾ എൻ്റെ ജോബ് തെറിപ്പിക്കാന്ന് പറയുന്നു, എന്നെ നാട്ടിലേക്ക് പറഞ്ഞ് കടത്തി അയക്കാന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ആക്കണം, ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ള ഒരാളാണ്, ഞാൻ പുറത്തുനിന്ന് വന്ന ഒരു ഔട്ട്സൈഡറാണ്. അപ്പം ഞാൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വന്നു. അങ്ങനെ ക്ലൈമാക്സ് ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് തിരിച്ച് വീട്ടിലോട്ട് നടന്നു. വീട്ടിൽ പോയി ഭയങ്കര ടെൻഷനായി. ഫ്രണ്ട്സിനെ കുറേ ആൾക്കാരെ വിളിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പിറ്റേന്ന് ഞാൻ പോയി ഞാൻ അങ്ങനെ മാമിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോൾ മാം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ആളെ പേരെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആളെ പേരൊന്നും അവിടെ ഇതാക്കുന്നില്ല, എങ്ങനെയെങ്കിലും അയാൾ അറിഞ്ഞാലോ, അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് താല്പര്യമില്ല, അപ്പോൾ ഡിഫെയിം ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആളെ പേര് ഇതാണെന്ന് പറഞ്ഞപ്പോൾ മാം എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് സ്റ്റാഫിൻ്റെ ഫോണിൽ ഒരു പിക്ചർ എനിക്ക് കാണിച്ചു, ഇയാളാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ ഇയാളാണ്. അപ്പം വന്നത് ആ സ്റ്റാഫിൻ്റെ മോനായിരുന്നു. അങ്ങനെ അവർ കുറേ കരഞ്ഞ് കാല് പിടിച്ചു, സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അയാൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ജോലി തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ത്രെറ്റൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു, എനിക്ക് സങ്കടമായി. പിന്നെ അതേപോലെ രാത്രി 1 മണിക്കൊക്കെ വന്ന് ഡോറ് നോക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പം അതാണ് ഞാൻ അയാളുടെ അന്ന് സംസാരിക്കാനുണ്ടായ ഒരു കാര്യം തന്നെ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടേതല്ലാത്തൊരു തെറ്റിന് അവർ സോറി പറയും, അവർ കരഞ്ഞ്, അവർ എന്താ പറയുക ഭയങ്കരമായിട്ട് അനുഭവിച്ചു. അപ്പം ഇതാണ് സ്റ്റോറി. അതിനുശേഷം പിന്നെ പ്രിൻസിപ്പലൊക്കെ ഇടപെട്ട് അയാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ ഞാൻ കൈൻഡ്നെസ് എന്നുള്ളൊരു വേർഡിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ അനുഭവം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് കൈൻഡ്നെസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് എന്നുള്ളത്. അപ്പം അതിനോട് ചേർത്തിട്ടാണ് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എല്ലാവരും എപ്പോഴും പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഐ ഹാവ് എ വെരി ഡാർക്ക് പാസ്റ്റ്. എനിക്കൊരു ഭയങ്കര എന്താ പറയുക, ഐ എം നോട്ട് സോ പ്രൗഡ് പാസ്റ്റ് എനിക്കുണ്ട്. പക്ഷേ വി ആർ ഓൾ ട്രൈങ് ടു ബി ദാറ്റ് പെർഫെക്റ്റ് പീപ്പിൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ് പേഴ്സൺ. അപ്പം വിത്ത് ദാറ്റ് നോട്ട് നമ്മളെ പാസ്റ്റ് അല്ല നമ്മളെ പ്രസൻ്റ് ആയിട്ടുള്ള നിങ്ങളെ എന്താ പറയുക നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് എ പ്രോസസ്സ്. അപ്പം ഞാനും ആ പ്രോസസ്സിലാണ്. അപ്പം ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷെയർ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് കൈൻഡ്നെസ് ദാറ്റ് വിൽ ഓൾവേസ് ബി ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ്. അല്ലെങ്കിൽ ആൾക്കാരെ ചേഞ്ച് ചെയ്യണമെങ്കിലും അത് കൈൻഡ്നെസ്സിനെ പറ്റുള്ളൂ. ആൾക്കാരെ മാറ്റണമെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിലും ഇറ്റ് ഈസ് ഓൺലി കൈൻഡ്നെസ് ദാറ്റ് കൻ ഡു ദാറ്റ്. ആ ഒരു ക്വാളിറ്റിക്കേ പറ്റുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഐ ജസ്റ്റ് wanted to share a story, കാരണം I like to tell a story and tell stories to people. അപ്പം this is not to defame anyone. എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. So I hope you enjoyed the story. Thank you so much.